നമസ്കാരം സുഹൃത്തുക്കളെ. ഇറാനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ആദ്യം പറഞ്ഞിരുന്നത് ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കും, ലോകത്തിലെ ചരക്ക് ഗതാഗതം ഇറാൻ നിശ്ചലമാക്കും, എണ്ണവില കുത്തനെ ഉയരും എന്നുള്ളതാണ്. പക്ഷെ സംഭവിച്ചിരിക്കുന്ന കാര്യം അതിനേക്കാട്ടും വലിയൊരു ഒരു അടിയാണ് ലോകത്തിന് ഇറാൻ കൊടുത്തിരിക്കുന്നത്. ദുബായിയെ ഇരുട്ടിലാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് വെറും ഒരു വിമാന സർവീസുകൾ മാത്രമല്ല ഇറാൻ നിശ്ചലമാക്കിയിരിക്കുന്നത്. ഗ്ലോബൽ ഏവിയേഷന്റെ പ്രധാനപ്പെട്ട ഒരു ധമനിയാണ് ഇപ്പോൾ ഇറാൻ അടിച്ചിരിക്കുന്നത്, ഇപ്പോൾ തകരുകയാണ്. യു എയുടെ മോഡൽ എന്താണ്? യു എയുടെ മോഡൽ നിഷ്പക്ഷത, സ്ഥിരത, കണക്ടിവിറ്റി. ഇറാൻ ചെയ്തത് എന്താണ്? ഗൾഫിന്റെ ഈ സാമ്പത്തിക എഞ്ചിന്റെ വ്യോമപാതയിൽ കൂടെ മിസൈലുകൾ പറത്തി കാൽക്കുലേഷൻ. അത് ശരിയാണ്, ഖമേനിയെ അടിക്കാൻ കളയാൻ, ഖമേനിയെ കൊല്ലാൻ സാധിച്ചപ്പോഴും. പക്ഷേ രണ്ടാം നിര ഓർഗനൈസേഷൻ, രണ്ടാം നിര, ഞാൻ അന്നും പറഞ്ഞ പഴയ വീഡിയോസിൽ പറഞ്ഞ ഒരു കാര്യമാണ്. 40 വർഷമായി ഉള്ള ഒരു സംഘടന അല്ലെങ്കിൽ രാജ്യമാണ്. ഒരു കെട്ടുറപ്പുണ്ട് അവർക്ക്. ഖമേനി മാത്രമല്ല, അടിയിലുമുണ്ട് ഒരു നിര നേതാക്കന്മാര്. അതായത് ഖമേനി മരിച്ചപ്പോഴും, പരമോത്മ നേതാവായ ഖമേനി മരിച്ചപ്പോഴും തൊട്ടടുത്ത നിമിഷം തന്നെ സാമ്പത്തിക ഇടനാഴി ഏവിയേഷന്റെ ധമനിയിലേക്കാണ് അവര് മിസൈലുകൾ തൊടുത്തു വിട്ടിരിക്കുന്നത്. ഇറാൻ വെറും റോക്കറ്റുകൾ മാത്രമല്ല പ്രയോഗിച്ചിരിക്കുന്നത്, ലോകത്തിന്റെ ട്രാൻസിറ്റ് ഹബ്ബ് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടുകളായിട്ടുള്ള ദുബായ് എയർപോർട്ട്, അതോടൊപ്പം തന്നെ ദോഹ എയർപോർട്ട്, ഹമദ് എയർപോർട്ട്, പിന്നെ അബുദാബി എയർപോർട്ട്, സൗദിയുള്ള എയർപോർട്ട്, എല്ലാ എയർപോർട്ടിലും ആഫ്രിക്കയും ഏഷ്യയും യൂറോപ്പിനെയും അമേരിക്കയും ബന്ധിപ്പിക്കുന്ന ഒരു ഹബ്ബിനെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഒരു ദിവസം 3.5 ലക്ഷം ആളുകൾ ശരാശരി ദുബായിൽ വന്നുപോയി എന്ന് പറയുന്നത്. ഒരു 300 മുതൽ 700 രൂപ വരെ ടിക്കറ്റിന് കണക്കാക്കിയാൽ ഏകദേശം ഓരോ ദിവസവും 300-400 മില്യൺ അമേരിക്കൻ USD നഷ്ടമാണ് എയർപോർട്ടിൽ നിന്ന് മാത്രം അവർക്ക് വെറുതെ പോകുന്നത്. അത് എയർപോർട്ട് മാത്രമാണ് പറയുന്നത്. ഡ്യൂട്ടി ഫ്രീ, ഹോട്ടലുകൾ, താമസം, അതങ്ങനെയുള്ള വേറെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ദുബായിക്ക് കഴിഞ്ഞ 2 ദിവസം. 980 ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ദുബായ് എയർപോർട്ടും അതോടൊപ്പം തന്നെ അബുദാബി എയർപോർട്ടും ഇതുവരെ അടച്ചിട്ടിട്ടുള്ള 2 ദിവസത്തിൽ കൂടുതൽ നടക്കുകയാണ് 3-ാം ദിവസം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ എമിറേറ്റ്സിലോ അല്ലെങ്കിൽ എത്തിഹാദിലോ അല്ലെങ്കിൽ ഖത്തറിലോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അടുത്ത ഒരാഴ്ച വളരെ കഠിനമാണ്. ഇന്ന് ശരിയാണ്, ഇന്ന് എയർപോർട്ടിലേക്ക് ആക്രമണം നടന്നിട്ടില്ല. UTC ലോക അവിടുത്തെ പ്രാദേശിക സമയം പറയുന്നത് മാർച്ച് 1-ാം തീയതി ആയിരുന്നു അവസാനമായിട്ട് ഒരു ആക്രമണം നടന്നിരുന്നത്. ഇന്നലെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അവിടെ നാശനഷ്ട കണക്കുകളൊക്കെ പ്രയോഗിച്ച് എയർപോർട്ട് തുറന്നാൽ പോലും പഴയ പോലെ സർവീസുകൾ വരണമെങ്കിൽ ദിവസങ്ങൾ, ആഴ്ചകൾ എടുക്കും. ഈ പറഞ്ഞ വിമാനങ്ങളൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ് കിടക്കുന്നത്. എല്ലാം ഒരു പക്ഷെ ദുബായിൽ ഉണ്ടായി എന്ന് വരില്ല. ഒരു പക്ഷെ ഏറ്റവും ആദ്യം പഴയ പോലെ സർവീസിലേക്ക് വരാൻ പോകുന്ന ഒരു പക്ഷെ ഖത്തർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ എമിറേറ്റ്സ് ആയിരിക്കാം. ഏറ്റവും അവസാനം വരാൻ പോകുന്ന കമ്പനി എന്റെ അഭിപ്രായത്തിൽ എത്തിഹാദ് ആയിരിക്കും. അത് നിങ്ങൾക്ക് എത്തിഹാദിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ കരുതിയിരിക്കുക, അടുത്തൊരു 5 മുതൽ 8 ദിവസം വരെ യു വിൽ നിങ്ങളുടെ ഡിസപ്ഷൻ ഫ്ലൈറ്റ് ക്യാൻസൽ ആവും, റീഷെഡ്യൂൾ ആയിരിക്കും. എത്തിഹാദ് 3-ാം തീയതി വരെ ദിവസം അവർ പറഞ്ഞിരിക്കുകയാണ് അവർ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട, പ്രത്യേകിച്ച് ചെയ്യാൻ ഒന്നും സാധിക്കില്ല. വിളിച്ചാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. എയർലൈൻ വെബ്സൈറ്റിൽ സന്ദർശിക്കുക, അവർ അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിലും അവിടെ അപ്ഡേറ്റ് ചെയ്യുക. ആസ് ലോങ് ആസ് അവർ നിങ്ങൾക്ക് വിവരങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ഒരു രക്ഷയുമില്ല. കാരണം ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ആലോചിച്ച് നോക്കുക, അതായത് ധമനിയിലേക്കാണ് അടിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പൊ പല കാര്യം പലപ്പോഴും മനസ്സിലാക്കണം. എമിറേറ്റുകളും ഈ പറയുന്ന ഖത്തറികളും പിന്നെ അബുദാബിയിലുള്ള വ്യവസായമുള്ള പല എമിറേറ്റുകളും പല പല പ്രവർത്തനങ്ങളും ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നതായി നമുക്ക് അറിവുണ്ട്. അതായത് സൗത്ത് സുഡാനിലായാലും സൊമാലിയയിലായാലും നമ്മൾ കേൾക്കുന്നതാണ്. അതായത് ആഫ്രിക്കയിൽ ചെയ്യുന്ന തിരിച്ചടിയാണോ ഈ കിട്ടുന്നത്? സ്വന്തം സ്വന്തം നാട്ടിൽ കിട്ടുകയാണോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പറയുന്നത് സാമ്പത്തിക ഇടനാഴി. അത് അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചും ദുബായ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാളെ അടച്ചിരിക്കുകയാണ്, നാളെയും മറ്റന്നാളും. കാരണം പോർട്ടുകൾ നിശ്ചലമായി. ജബറലി പോർട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ പണിതുയർത്തിയ വലിയ വലിയ ബുർജ് ഖലീഫയിലേക്ക് പോലും അവർ വിട്ടിരിക്കുകയാണ്, മിസൈൽ വിട്ടിരിക്കുകയാണ്, നിശ്ചലമായിരിക്കുകയാണ്. ഇതിന് UAE
കനത്ത വില നൽകും എന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. കാരണം അവർ പണിതുയർത്തിയിരിക്കുന്നത് എന്താ ഈ ദുബായ് എന്തും പറഞ്ഞാണ് ലോകത്തിലെ പണിതുയർത്തിയിരിക്കുന്നത്. എന്താണ് എല്ലാവർക്കും പ്രോമിസ് ചെയ്യുന്നത്? സുരക്ഷ, സൂര്യപ്രകാശം, നിങ്ങൾക്ക് എന്തും ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലുള്ള ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തി ലക്ഷക്കണക്കിനാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയക്കാരും പല പല വിദേശ രാജ്യങ്ങളിൽ തിരിച്ചു വരുമ്പോൾ പലരും ദുബായിലേക്ക് ഇറങ്ങാറുണ്ട് എന്ന് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ എന്തിനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല പണം അല്ലെങ്കിൽ കള്ളപ്പണം അങ്ങനെയൊക്കെ പല പല ആരോപണങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്തവരുടെ പണം എന്തായി തീർന്നു. ടു ഏർലി ആയിരിക്കും, ഒരുപക്ഷെ ഞാൻ പറയുന്നത് പെട്ടെന്നായിരിക്കും, പ്രിമച്വർ ആയിരിക്കും. ഒരു മിസൈൽ വന്നുകൊണ്ട് ഒരുപക്ഷെ ദുബായോ അല്ലെങ്കിൽ അബുദാബിയോ തകർന്നു പോകും എന്ന് പറയുന്ന മണ്ടരൊന്നുമല്ല. പക്ഷേ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്തായിത്തീരും, എന്തു സുരക്ഷ. അതായത് ഈ പറയുന്ന പോലെ വർഷങ്ങളായി വിദേശികൾക്ക് സൂര്യപ്രകാശമുള്ള സുരക്ഷിതമുള്ള നികുതിയില്ലാത്ത ഒരു സ്വർഗഭൂമി തന്നെ അവതരിപ്പിച്ചു. പക്ഷേ ആ സ്വർഗഭൂമിയിൽ നിന്ന് ഡ്രോണുകളും മിസൈലുകളും എണ്ണം അളക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നാളെ? എന്താണ് ആക്ച്വലി ദുബായിലുള്ളത്? ഈ പറയുന്ന സ്വർഗത്ത് ഇൻവെസ്റ്റേഴ്സ് വരുമോ? UK-യിലും യൂറോപ്പിലുമുള്ള ഒരുപാട് പേര് നികുതി ലാഭിക്കാൻ വേണ്ടി കോടികളുമായി അവിടേക്ക് വരുന്നു. ഇന്ത്യയിൽ പോകുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ ദുബായിലേക്ക് വരുന്നു. എന്താണ് അവസ്ഥ എന്ന് പറയുന്നത്? ഇനി അഥവാ 80% ഈ പറയുന്ന രാജ്യങ്ങളിലെ എല്ലാം തദ്ദേശീയരല്ല, വിദേശീയരാണ്. വിദേശികൾ തിരികെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊരു കുളം തോണ്ടുമോ? ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു തീപ്പൊരി കത്തി പടർന്നാൽ എന്തായിത്തീരും? മലയാളികൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ശരിയാണ്, ജോലി പോകും, തിരിച്ചു പോകേണ്ട ഒരു അതൊരു വലിയ കഷ്ടം തന്നെ. എന്നാൽ പോലും നമുക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കാനൊക്കെ അറിയാം എങ്ങനെയെങ്കിലൊക്കെ. നമ്മൾ ഏത് മോശം അവസ്ഥയിലും ജീവിക്കാൻ പഠിച്ചവരാണ് മലയാളി. നമ്മൾ കോവിഡ് സമയത്ത് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ കഥയല്ല. പക്ഷേ ഇത് സംഭവിച്ചാൽ അറബികൾ എന്ത് ചെയ്യും? രണ്ടുപേരും കൂട്ടം കൂടി സുന്നി ഷിയ തർക്കം, ഈ തർക്കം വേറൊരു ലെവലിലേക്ക് കടന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക, ദിവസങ്ങൾ എടുക്കും. ഇത് ചെറിയൊരു അടിയല്ല, ലോകത്തിനെ നിയന്ത്രിക്കുന്ന 3ഓളം എയർലൈൻസിന് കൊടുത്തിരിക്കുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് ഭാവിയിൽ അമേരിക്കയിൽ യൂറോപ്പിലാണെങ്കിൽ ഒരു പക്ഷേ ടിക്കറ്റ് എടുക്കുമ്പോൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയുന്നത് ഒരുപാട് വഴിയുണ്ട്. നിങ്ങൾക്ക് മലേഷ്യ വഴി പോകാം, ചൈന വഴി പോകാം, ശ്രീലങ്ക വഴി പോകാം, സിംഗപ്പൂർ വഴി. ഓപ്ഷൻസ് എപ്പോഴും കരുതുക. അതായത് ഒരിക്കലും എമിറേറ്റ്സ്, എത്തിഹാദ് എന്നുള്ള കമ്പനി പോകണ്ടെന്നല്ല പറയുന്നത്. ഒരു പക്ഷെ എന്തും സംഭവിക്കാം ഏത് കാലഘട്ടത്തിലും. ഓപ്ഷൻസ് എപ്പോഴും ഓപ്പൺ ആക്കി വെക്കുക. ഒരു സിംഗിൾ ഹബ് ഓപ്പറേഷൻ മാതൃകയിൽ പോയ ഇവർക്ക് കിട്ടിയ അടിയാണിത്. ഇന്ത്യയിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. എയർ ഇന്ത്യ പറക്കാൻ സാധിക്കില്ല ഇറാന്റെ മുകളിൽ കൂടെ. കാരണം ഒരു ടൈറ്റ് ആയിട്ടൊരു ഏരിയ ആണ്. ഇറാൻ മാത്രമല്ല, ലെബനന്റെ മുകളിൽ കൂടെ പറക്കാൻ സാധിക്കില്ല, സിറിയയുടെ മുകളിൽ പറക്കാൻ സാധിക്കില്ല. പണ്ട് മുതലൊക്കെ നോ ഫ്ലൈ സോൺ ആണ്. ഒരു കോംപ്ലിക്കേഷൻ ആയ ഒരു ഏരിയ ആണിത്. ഇത് വരും കാലഘട്ടത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കരുതിയിരിക്കുക, ഇത് ഇനിയും സംഭവിക്കും. കാര്യം ഒരു പക്ഷേ ലോകം വേറെ ലെവലിലേക്കാണ് പോകുന്നത്.